പലർക്കും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹീലിംഗ് വേണം. പെട്ടെന്ന് പ്രാർത്ഥിച്ച ഉടനെ അത്ഭുതം നടക്കണം, ചോദിച്ച ഉടനെ മറുപടി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും പലരും പൂർണ്ണമായ ഒരു വിടുതലിന് തയ്യാറല്ല. പൂർണ്ണമായ വിടുതലിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ട് വരും, ചില ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കേണ്ടി വരും. വീണ്ടും ഒന്നുകൂടെ ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഡിസോർഡറായി കിടക്കുന്ന സകലത്തിനെയും നമുക്ക് ഓർഡറിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും ദൈവത്തിൻ്റെ വചനപ്രകാരം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ വിടുതൽ വരികയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു, വിടുതൽ നടക്കുന്നുവെങ്കിലും പിന്നീട് ആ വിടുതലിൽ അവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്തതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ചില രീതികളാണ് അതിൻ്റെ പ്രശ്നം. റോമർ 12:1-2 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യം മൂലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ആത്മീക ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. നമ്മൾ ആരാധിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് സ്തുതിക്കുന്നവരായിട്ടല്ല, നമ്മുടെ ശരീരങ്ങളെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആരാധിക്കുമ്പോൾ പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു, മൃഗങ്ങളെ പൂർണ്ണമായിട്ട് യാഗം അർപ്പിക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്ന ഒരു യാഗമാണ്, അവിടെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം. എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ദൈവത്തെ സേവിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ദൈവസന്നിധിയിൽ നിന്നാൽ പോരാ. വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ അശുദ്ധമായിട്ടുള്ള ചില പ്രവൃത്തികളും അശുദ്ധമായിട്ടുള്ള ചില ചിന്തകളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് പ്രസാദകരമായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ ദൈവഹിതമല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. 2-ാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ പൂർണ്ണ വിടുതൽ നമുക്ക് വേണോ? നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് പുതുക്കണം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെയും ജീവിത ശൈലികളെയും കൊണ്ടുവരണം. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പൂർണ്ണമായ വിടുതലും പൂർണ്ണമായ സൗഖ്യവും നമ്മൾ അനുഭവിക്കുവാനായിട്ട് കഴിയും. പിശാച് തോറ്റുപോകും, രോഗങ്ങൾ മാറിപ്പോകും, ശാപങ്ങൾ വിട്ടുപോകും. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളായി ജീവിക്കും. കർത്താവ് എന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.